ജനപ്രതിനിധികൾ ഇപ്പോൾ ആരൊക്കെയാണുള്ളത്? അവരൊക്കെ എന്താണ് നിലപാട് പറയുന്നത്? കൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷെ അവരൊക്കെ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പമാണ് നിൽക്കുന്നത്. മറ്റൊരു നിലപാട് ജനപ്രതിനിധികൾക്ക് ഇവിടെ എന്തായാലും സ്വീകരിക്കാൻ ഒരു സാഹചര്യമില്ല. നേരത്തെ ഈ കൊല്ലപ്പെട്ട ദിവസവും അതിന് പിറ്റേന്നും ഉയർന്ന പ്രതിഷേധങ്ങളിലും ഉൾപ്പെടെയുള്ളവർ ഈ വെടിവെച്ച് കൊല്ലണം എന്ന നിലപാടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം MLA വിളിച്ചു ചേർത്തിരുന്നു. അതിലും ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന നിലപാടാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് വ്യക്തമല്ല. കൂട്ടിലായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഒരുപാട് നേരം ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കടുവ കൂട്ടിൽ കിടക്കുകയാണ് ട്രാക്ടറിൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചർച്ചകൾ നടന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ നിയമപരമായ വഴികളുണ്ടോ, അതല്ല മറ്റ് മാർഗമേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. എന്തായാലും സുൽത്താൻ ബത്തേരി MLA സ്ഥലത്തെത്താൻ വേണ്ടിയാണ് പ്രധാനമായും കാത്തു നിൽക്കുന്നത്. അദ്ദേഹമാണ് അന്ന് പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയതും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രിയുമായും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചതും MLA ആയിരുന്നു. MLAയും ഇടതുമുന്നണി കൺവീനർ TK ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവരാണ് അന്ന് സർക്കാർ എളുപ്പത്തുള്ളവരുമായി ഇത്തരം ചർച്ചകളൊക്കെ നടത്തിയത്. അവരൊക്കെ ഇങ്ങോട്ട് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MLA എന്തായാലും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. MLA എത്തിക്കഴിഞ്ഞാലായിരിക്കും എന്തെങ്കിലും കാര്യമായ ചർച്ചകൾ നടക്കുക. പക്ഷേ നാട്ടുകാർ ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അയവ് വരുത്തുന്നില്ല. ആളുകൾ ഉറച്ചു നിൽക്കുകയാണ്. സ്ത്രീകൾ അടക്കമുള്ളവർ കൂട്ടം കൂടിയിട്ടുണ്ട്. കുറെ പേർ ഈ വാഹനം തടഞ്ഞ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ബാക്കി ആളുകൾ ഗേറ്റിന് പുറത്തും കൂടി നിൽക്കുന്നുണ്ട്. ഇത് വനവും കൃഷിയിടങ്ങളും ഇടകലർന്ന് കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളൊക്കെ ധാരാളമായുള്ള ഒരു പ്രദേശമാണ്. ക്ഷീരകർഷകരും കർഷക തൊഴിലാളികളുമാണ് കൂടുതലായും ജനങ്ങൾ ഉള്ളത്. അത്തരം ആളുകളാണ് പ്രതിഷേധിക്കുന്നത്. നിരവധി ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള സെറ്റിൽമെന്റുകളുണ്ട്. അത്തരത്തിൽ വനവുമായി ഇടകലർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കടുവ ഇറങ്ങുന്നത് നാട്ടിൽ ആദ്യമായല്ല. പക്ഷെ ഒരു മനുഷ്യജീവനെ കവർന്നെടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. വാഗേരിയെ സംബന്ധിച്ചിടത്തോളം വാഗേരിയിൽ മിക്കവാറും എല്ലാ വർഷവും ഈ കടുവയും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ കടുവയെ കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അന്നത്തെ കേസുകൾ ഇപ്പോഴും ചിലരുടെ പേരിൽ നടക്കുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വാഹനം തടഞ്ഞു വെച്ചിരുന്നു. ഇപ്പോഴും അതേ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു കടുവ ഇതുപോലെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എസ്റ്റേറ്റ് റോഡിൽ കിടക്കുകയും അത് പിന്നീട് ചത്തുപോവുകയായിരുന്നു. വനംവകുപ്പിന് പിടികൂടാൻ കഴിയുന്നതിന് ശാരീരിക അവസ്ഥകൾ കൊണ്ട് ചത്തുപോയി. അതുകൊണ്ട് അന്ന് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ മുമ്പ് കടുവയെ പിടിക്കുമ്പോഴൊക്കെ ഇവിടെ വലിയ പ്രതിഷേധം ഉയരാറുണ്ട്. ആളുകൾക്ക് ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷത്തിൽ തന്നെ ആളുകൾ വലിയ രീതിയിൽ അതിൽ രോഷാകുലരാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ രോഷമൊക്കെ അണപൊട്ടി ഒഴുകുകയാണ്. കാരണം കാട്ടാന ശല്യം, അതുപോലെ കടുവയെ പേടി, ഇതൊക്കെ കാരണം ആളുകൾ പൊറുതിമുട്ടുന്ന ഒരു മേഖലയാണ്. പല രീതിയിലുള്ള സംരക്ഷണ മാർഗങ്ങൾ, വലിയ കന്മതിലൊക്കെ ചില ഭാഗത്തുണ്ട്, വേലിയുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും വന്യമൃഗങ്ങൾ നിരന്തരം നാട്ടിലിറങ്ങുകയും കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ആളുകളുടെ രോഷം അണമുട്ടി ഒഴുകിയാണ്. കടുവയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ പ്രജീഷ് മരിച്ച സ്ഥലത്ത് തന്നെ അതിന് വർഷങ്ങൾക്ക് മുൻപ് ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു ഗ്രാമമാണ്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രോഷം അണപൊട്ടി ഒഴുകുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം വനംവകുപ്പ് തിരച്ചിൽ നടത്തുമ്പോഴൊന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധവും നാട്ടുകാർ ഉയർത്തിയിരുന്നില്ല. അതുതന്നെയാണ് ആളുകൾ ഇപ്പോൾ എടുത്തു പറയുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ ചെയ്യുന്നത് നോക്കി നിന്നു, ഇനി അനുവദിക്കാനാവില്ല. ഇപ്പോൾ എത്രത്തോളം ആളുകളുണ്ട്? ആദ്യം കണ്ടതിന് അപ്പുറത്തെ കൂടുതൽ ആളുകൾ ഈ വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തുന്നുണ്ടോ? ജനപ്രതിനിധികളൊക്കെ അവരെ എങ്ങനെ എന്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതോ? ഈ ജനങ്ങളുടെ ആവശ്യം അത് തന്നെയാണോ ഈ അധികാരികളോട് വനം വകുപ്പിനോടൊക്കെ ഈ ജനപ്രതിനിധികളും പങ്കുവയ്ക്കുന്നത്? ഇനി ഏത് തലത്തിൽ നിന്നൊക്കെയുള്ള ഇടപെടൽ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? രജീഷ്, ഈ ഗേറ്റിനകത്ത് ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റ്, വഴിയുടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം വന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പുറത്ത് കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ എത്തുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. അകത്ത് നേരത്തെ അതേ ക്രൗഡ് തന്നെയാണ് ഉള്ളത്. അവരെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നു. പോലീസിന് പിന്നിൽ വനംവകുപ്പിന്റെ വാഹനങ്ങളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, റേഞ്ച് ഓഫീസർ, DFO ഒക്കെ ആയി അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ആളുകളുടെ പ്രതിഷേധത്തിന് അപ്പുറത്ത്, ഇവരുടെ ആവശ്യത്തിന് അപ്പുറത്ത് മറ്റൊരു നിലപാടിലേക്ക് പോകാൻ കഴിയുമോ എന്ന് അറിയില്ല. എന്തായാലും MLA കൂടി എത്തിയാലായിരിക്കും ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയും വനമന്ത്രിയെയും അടക്കം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുക.
അതിനുശേഷമായിരിക്കും. എന്തായാലും ഇവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് DFOയ്ക്കോ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറോ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ കഴിയുന്ന ഒരു നിയമപരമായ കാര്യമല്ല ഈ കടുവയെ കൊല്ലണമെന്ന ആവശ്യം. അതുകൊണ്ട് തന്നെ MLA എത്തിയ ശേഷം വനമന്ത്രിയുമായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായും ഒക്കെ ബന്ധപ്പെടേണ്ടി വരും. എന്തായാലും പോലീസ് സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ആളുകൾക്കും വനംവകുപ്പിനും ഇടയിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾക്കും ഇടയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ശക്തമായി മുദ്രാവാക്യം വിളിക്കുന്നു, വഴി മുടക്കി കുത്തിയിരിക്കുന്നു, ഈ ഗേറ്റ് അടച്ചിരിക്കുന്നു, ഗേറ്റിന് പുറത്തും ആളുകളുണ്ട്. അതല്ലാതെ മറ്റൊരു രീതിയിൽ ഉള്ള ഒരു സംഘർഷ രീതിയിലേക്കൊന്നും ആളുകൾ പോയിട്ടില്ല. പക്ഷെ ആളുകൾ വളരെ രോഷാകുലരാണ്. ആ രീതിയിലാണ് പ്രതികരിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും.